ഒരു കുട്ടി മാർക്കറ്റിൽ സഞ്ചികൾ വിൽക്കാനെത്തി. അവളുടെ കയ്യിന്ന് ഒരാൾ സഞ്ചി വാങ്ങിച്ചു. അദ്ദേഹം ചോദിച്ചു, എത്ര രൂപ? അവൾ പറഞ്ഞു, 10 രൂപ. അങ്ങനെ അദ്ദേഹം 10 രൂപയ്ക്ക് ഒരു സഞ്ചി വാങ്ങിച്ചു. പിന്നെയും അവൾ മുമ്പോട്ട് നടന്നു. കടയിൽ ചെന്നു. അവർ വാങ്ങിച്ചില്ല. അടുത്തത് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. ആ ചേച്ചിയുടെ അടുത്ത് പോയി ഇരിക്കാമെന്ന് ആ കുട്ടി വിചാരിച്ചു. അവൾ ചോദിച്ചു, എന്ത് പറ്റി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് വിശക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അവൾക്ക് കഴിക്കാൻ ആഹാരം വാങ്ങിച്ചു കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ ചോദിച്ചു, നീ എത്രയിൽ പഠിക്കുന്നു? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ 2ൽ പഠിക്കുന്നു. അവർക്ക് എന്തോ സംശയം തോന്നി. ആ പൊതിയിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കാൻ പറഞ്ഞു. അവൾക്ക് അത് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ കള്ളം പറഞ്ഞതാണല്ലേ? നീ പഠിക്കാനൊന്നും പോകുന്നില്ല ഇല്ലേ? സാരമില്ല, ഇവിടെ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നിന്നെ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുപോകാം. നിനക്ക് പഠിക്കാം. നിനക്ക് മറ്റു കുട്ടികളെപ്പോലെ സ്കൂളിൽ പോകാം. നിനക്ക് ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആവണ്ടേ എന്നവർ ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൾ ആലോചിച്ചു. അവിടെ ഇരുന്ന് അവർ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അവൾ പറഞ്ഞു, റോഷ്നി. ശരി റോഷ്നി എന്നവർ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർക്കൊരു കോൾ വന്നു. അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കവേ ആ കുട്ടി അവിടെ നിന്ന് എണീറ്റുപോയി. അവൾ അവളുടെ ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ നോക്കി. ആ പേപ്പറിൽ അവൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുന്നു, കളിക്കാൻ പോകുന്നു, എല്ലാം നോക്കി ഇരുന്നു. എന്നിട്ടവൾ അവളുടെ അമ്മയുടെ അടുത്തെത്തി. അമ്മ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇന്നൊന്നും വിറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പൊതി അവരെടുത്തു. ഇത് ആഹാരമാണല്ലോ, ഇതാര് വാങ്ങിച്ചു തന്നു? ഒരു ചേച്ചി വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞു. ഇത് കഴിക്കാത്ത എന്ത്? എനിക്ക് വേണ്ട എന്ന് അവൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു, നീ ഇങ്ങനെ ഇരിക്കുന്ന? അവൾ പറഞ്ഞു, അമ്മേ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഞാൻ സ്കൂളിൽ പോകണമെന്ന്, മറ്റു കുട്ടികളെ പോലെ പഠിക്കണമെന്ന്? നിങ്ങൾക്കോ അച്ഛനോ അങ്ങനെ തോന്നിയിട്ടില്ലേ? അപ്പോഴത്തേക്ക് അവൾ അമ്മയെ നോക്കി. അമ്മ പറഞ്ഞു, നമ്മൾ ദരിദ്രരല്ലേ, നമുക്കെങ്ങനെ സ്കൂളിൽ നിന്നെ വിടാൻ പറ്റും? അവൾ പറഞ്ഞു, ഞാനിന്നൊരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചി പറഞ്ഞു അവിടെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കാം, അവരെന്നെ പഠിപ്പിക്കുമെന്ന്. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അമ്മേ, ഇതിലുള്ളത് അമ്മ ഒന്ന് വായിച്ചേ. അമ്മയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയ്ക്കിത് വായിക്കാൻ പറ്റുന്നില്ല ഇല്ലേ? എനിക്കും വായിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സ്കൂളിൽ പോകണം. അവൾ ഒരു സ്കൂളിൻ്റെ അടുത്ത് പോയിരുന്ന് കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ അവളുടെ അമ്മയും അച്ഛനും എത്തി. അവൾക്ക് എന്തോ സമ്മാനമായിട്ടാണ് അച്ഛൻ എത്തിയത്. സഞ്ചി കൊടുത്തു. അവൾ അത് വാങ്ങിച്ചു, തുറന്നു നോക്കി. അപ്പോൾ അതിൽ എന്തായിരുന്നു? പുസ്തകവും പേനയും റബ്ബറും പെൻസിലൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളെ അമ്മയും അച്ഛനും വളരെ സന്തോഷിച്ചു. അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം. നീ പഠിക്കണം, മറ്റുള്ളവരെ കണക്ക് വലിയ വലിയ നിലയിലെത്തണം. അങ്ങനെ ആ കുട്ടിയും അച്ഛനും അമ്മയും സന്തോഷമായിട്ട് പിരിഞ്ഞു. If we want to reach real place in this world, we should start educating children. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് ഈ ലോകത്ത് നമ്മളെ റിയൽ പ്ലേസ് എവിടെയാണോ അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ വേണം. താങ്ക് യു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.